ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാവട്ടെ, പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കാനിരിക്കുന്ന ആളാവട്ടെ, നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഈ മിസ്റ്റേക്ക് വരുത്തുന്നതുകൊണ്ട് അവർക്ക് സെയിലിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറണം. ലോകത്ത് കളത്തിലിറങ്ങി കളിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അങ്ങനെ വിജയിച്ച ഒരു ബ്രാൻഡാണ് US ബ്രാൻഡായിട്ടുള്ള ഹെർഷീസ്. ഇവരിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഇവർ ഈ പാക്കേജിങ്ങിലെല്ലാം ചെയ്തേക്കണ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ടുള്ള പാക്കേജിങ് ആണ്, ഇതിലെന്താണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാനൊരു 6-7 കാര്യങ്ങൾ ഇവർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തേക്കണ കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സെയിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 100-ലധികം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഒരു ബ്രാൻഡാണ്, ചോക്ലേറ്റ് ബ്രാൻഡാണ്. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇറക്കുന്നത്. ഹെർഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ബ്രാൻഡാണ്. ലോകത്തെ പല രാജ്യങ്ങളിലും ഇവരുണ്ട്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. നിങ്ങൾ പലരും ഇവരെ കഴിച്ചിട്ടുണ്ടാവും, ഇവരുടെ പ്രൊഡക്റ്റുകൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും, കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഒരു 6-7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഈ പാക്കേജിങ്ങിൽ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെർഷീസ് ഇവിടെ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പടം കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ ഞാൻ കൊടുക്കാം. ഈ പിക്ചർ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 ലക്ഷ്യങ്ങളാണ് ഹെർഷീസ് ഇതിലൂടെ കരസ്ഥമാക്കാൻ പോകുന്നത്. ഈ പിക്ചർ ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മൾട്ടിനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇവർക്ക് പ്രൊഡക്റ്റ് വിറ്റഴിക്കണം. അങ്ങനെ വിറ്റഴിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രശ്നമാവരുത്. ഒന്നാമത്തെ ഒരു പ്രശ്നം അതാണ്. ഇത് ഇംഗ്ലീഷിലാണല്ലോ എഴുതിയേക്കണത്. ഇനി ആ നാട്ടിലെ ലോക്കൽ ഭാഷയിൽ എഴുതാമെന്ന് വിചാരിച്ചാലും അതറിയാത്തവരുണ്ടല്ലോ. ഇപ്പം ഹിന്ദി ഭാഷ എഴുത്തും വായനയും അറിയാത്തവരുണ്ടല്ലോ. അവർ കണ്ടാൽ പോലും, അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ കണ്ടാൽ പോലും ഈ പ്രൊഡക്റ്റ് എടുക്കണം. കാരണം ഇതെന്താണ് പ്രൊഡക്റ്റ് എന്ന ചോദ്യത്തിനുള്ള പെട്ടെന്നുള്ള ഉത്തരമാണ് അവർ ആ ഇമേജ് കൊടുത്തേക്കുന്നത്. ഈ ഇമേജ് കാണുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അകത്ത് ഇവർ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെഡിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കണം. ജാമ് പോലെ ജസ്റ്റ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്ന സാധനമാണ്. ഇതെവിടെയാണ് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ചിലപ്പോൾ കണ്ണട എടുക്കാൻ മറന്നു പോകുന്ന ആളുകളുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ കണ്ണിനോട് മുട്ടിച്ച് വെച്ചൊന്നും വായിക്കാനൊന്നും ആർക്കും നേരമില്ല. ഇനി ചിലപ്പോൾ എഴുത്തും വായന അറിയാത്തവരായിരിക്കും, കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. അവരിത് എടുക്കാൻ നേരത്ത് ഓക്കെ ബ്രെഡ് തേച്ച് കഴിക്കും. ഈ പടം കാണാൻ നേരത്ത് തന്നെ അവർക്ക് ക്ലിക്ക് ആവാണ്, ഓക്കെ ബ്രെഡ് തേച്ച് കഴിക്കുന്ന ഒരു സാധനം. അങ്ങനെ തന്നെ ഇവരത് കാൽക്കുലേറ്റ് എടുത്തിടും. അതേസമയം നമ്മളിവിടെ വെറുതെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹെർഷീസ് എഴുതിയിട്ടുണ്ട്, സ്പ്രെഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്, ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമാണെന്നുള്ളതാണ്. പക്ഷെ അവർ പടവും കൂടി കൊടുത്തേക്കാണ്. ഈ പടം കൊടുത്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. ഇപ്പം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഷെൽഫിൽ വെക്കുന്നത്, ചിലപ്പോൾ ട്രാവലർ ആയിരിക്കും അത് എടുക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരാളായിരിക്കും. അവർ ചിലപ്പോൾ സമ്പന്നരായിരിക്കും, പക്ഷേ എഴുത്തും വായനയും പക്ഷെ അറിയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട്, ചോദിക്കാനുള്ള മടി കൊണ്ടോ എന്തോ കാരണം കൊണ്ട് ആ സാധനം അവരെടുക്കില്ല. അന്ന് അതേസമയം നിങ്ങൾ ഹെർഷീസ് ചെയ്ത പോലെ പിക്ചർ കൊടുത്തേർന്നെങ്കിൽ അവരൊന്നും മിണ്ടാതെ തന്നെ എടുക്കും. ട്രാവലർ ആയിരിക്കാം, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പല ആവശ്യങ്ങൾക്കൊക്കെ വന്ന ആളുകളായിരിക്കും. ഒരു ചൈനക്കാരനായിരിക്കാം നിങ്ങളുടെ പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ. അവർ ചിലപ്പോൾ ലോക്കൽ ഫുഡ് മറ്റേ വേവിക്കാത്തതൊന്നും അങ്ങനെ കഴിക്കില്ലായിരിക്കും, ഫുഡ് പോയിസണും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് കിട്ടണ ഇതേപോലെ നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള പാക്ക്ഡ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് കാണാൻ നേരത്തെ ഈ ചൈനക്കാരനൊന്നും മനസ്സിലാവില്ല. അവന് ഇംഗ്ലീഷ് ഭാഷയോ നമ്മുടെ ഭാഷ അറിയാത്തതുകൊണ്ട്. അന്ന് അതേസമയം യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഭാഷയുണ്ട്, എല്ലാവർക്കും മനസ്സിലാവണം. ഈ പിക്ചർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതൊരാളെ കൊണ്ട് ഇടിപ്പിക്കാനുള്ളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഹെർഷീസ് ഇവിടെ പറ്റിയത്. ഹെർഷീസ് മാത്രമല്ല, പല ഫേമസ് ബ്രാൻഡുകളും ഇത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ ഇവർ ലക്ഷ്യമാക്കുന്നത് ഒരു സ്റ്റിമുലേഷനാണ് തന്നെ. ഈ ഇമേജ് കാണിച്ചുകൊണ്ട് നമ്മളൊരു ആഗ്രഹം ഉണ്ടാക്കിയാണ്, ഇത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയാണ്. അതുപോലെ നല്ലൊരു ഇമേജാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് കുറേ ആളുകൾ അത് വീണ്ടും പിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, അത് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്ത്, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ക്വാഷാണ് ഇറക്കണമെങ്കിൽ, ജാമാണ് ഇറക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ചെയ്താലാണ് നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടുള്ളൂ. 2 ലക്ഷ്യമാണ് ഇതിലൂടെ അവർ നിറവേറ്റിയേക്കുന്നത്. പിന്നെ സൈഡിൽ വേറൊരു കാര്യം അവർ കൊടുത്തിട്ടുണ്ട്. ഒരു
ആൽമണ്ടിന്റെ പടം, ബദാമിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ബദാം ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം റിയൽ ഫുഡ് ആയിട്ടുള്ള ബദാം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സംഗതിയാണല്ലോ, അത് അരച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നുള്ള ഒരു ധ്വനി വരാൻ വേണ്ടിയിട്ടാണ് ഇവരത് ചെയ്തേക്കുന്നത്. ബദാമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നുള്ളൊരു ഇതിനെ പറയാ നമ്മൾ ടെക്നിക്കലി പറയണ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറയും ബ്രാൻഡിങ്ങിൽ. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്. ചിലപ്പോൾ ഷുഗർ ഇല്ലായിരിക്കും, നിങ്ങൾ മറ്റെല്ലാവരും ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നിങ്ങൾ ആഡഡ് ഷുഗർ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും ഇറക്കണം. പക്ഷെ അത് പലരും പാക്കേജിങ്ങിൽ മെൻഷൻ ചെയ്യില്ല. അതാണ് നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള സെല്ലിംഗ് പോയിന്റ് എങ്കിൽ, ആ കീ ഡിഫറൻസ് അതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാക്കേജിങ്ങിൽ അത് മെൻഷൻ ചെയ്യണം. അതാണ് ഹെർഷീസ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിൽ ഈ 100 ഗ്രാമിൽ എത്രമാത്രം ബദാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ചോദ്യം. ചിലപ്പോൾ 2.5%, 3% ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അത് ബാക്കിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവരിലുള്ളത് 2.7% ആണ്. ഈ എൻ്റെയർ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വെറും 2.7% മാത്രമേ ഇതിലുള്ളൂ. എന്നിട്ടും ഹെർഷീസ് ആ ബദാമിന്റെ പടം അവിടെ കൊടുത്തേക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു റിയൽ ഫുഡാണ്. ഇത് ഈ ബദാം കണ്ടിട്ട് ആളുകൾ എടുക്കണം. അവരൊരു യുണീക്നെസ് ഇതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ഹെർഷീസ് അത് കൊടുത്തേക്കണേ. 2 ഇമേജുകളാണ് കൊടുത്തേക്കണേ. ഒന്ന് പ്രൊഡക്റ്റ് ഇൻ യൂസ്, ആ യഥാർത്ഥ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ 2 ലക്ഷങ്ങൾ അവർ നേടി. ഭാഷ്യം ഇതൊന്നും അറിയാത്ത ആൾക്ക് ഒറ്റ ഗ്ലാൻസിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ അതിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാവും. രണ്ടാമത് അവരുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. ഇപ്പം നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യാറില്ല എന്നതാണെങ്കിൽ നിങ്ങളത് അവിടെ എഴുതിയിരിക്കണം. ബാക്കിൽ എവിടെയെങ്കിലും സൈഡിൽ എഴുതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കസ്റ്റമർ കാണുന്ന രീതിയിലുള്ള ഇതിൽ എഴുതണം. അത് ഇമേജിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പം ഇത്തരം ബ്രാൻഡുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇനി രണ്ടാമത്തതായിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തത് ഇൻഗ്രീഡിയൻസിന്റെ പടം. ഒന്ന് പ്രൊഡക്റ്റ് ഇൻ യൂസ്, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസിന്റെ പടം കൊടുത്തിട്ടുണ്ട്, മെയിൻ ഇൻഗ്രീഡിയന്റിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ പാക്കേജ് ഞാനത് സൈഡിൽ അതിന്റെ വീഡിയോ കൊടുക്കാം. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ പാക്കറ്റ് നേരെ പിടിച്ച് നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം. നമുക്ക് തല ചുറ്റിച്ചിട്ട് വായിക്കാൻ പറ്റില്ല. ഇങ്ങനെ തിരിച്ചൊന്നും വായിക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ബിഗ് ബ്ലോക്ക് ലെറ്റേഴ്സിൽ ഇവരിത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളും. സിലിണ്ടറിക്കൽ ഷേപ്പാണല്ലോ, അപ്പോൾ നമുക്ക് ചുറ്റി നടന്ന് വായിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വായിക്കേണ്ട കാര്യമില്ല. അത് സ്ട്രെയിറ്റിൽ തന്നെ കാണാൻ പറ്റും നമുക്ക്. ഞാനതൊരു ബുക്ക് വെച്ചിട്ട് സൈഡിൽ കൂടെ കാണിച്ചത് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ അക്ഷരങ്ങൾ മറിഞ്ഞു പോകരുത്. അങ്ങോട്ട് നമ്മുടെ കണ്ണിന് കാഴ്ചയിൽ പെടുന്ന കാര്യങ്ങൾ മറഞ്ഞു പോകുന്ന രീതിയിൽ എഴുതരുത്. സ്ട്രെയിറ്റ് ഇവനെ പിടിച്ചു നോക്കാൻ നേരത്ത് വായിക്കാൻ പറ്റണം. അതിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. മനുഷ്യന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പം ഉണ്ടായിരിക്കണം. സൈഡിലെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, വലിപ്പത്തിലാണ് ഹെർഷീസ് അത് എഴുതിയേക്കണം. അവരുടെ ബ്രാൻഡ് നെയിം വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പറ്റണം. ചിലവരുടെയൊക്കെ ഫോണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരെ വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അവിടെയാണ് ഹെർഷീസ് വ്യത്യസ്തമാവുന്നത്. ഇംഗ്ലീഷ് അറിയാത്തവരാണോ ഹെർഷീസ്? ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്. എന്നിട്ട് പോലും അവർ മനുഷ്യന് വായിക്കാൻ പറ്റുന്ന ഫോണ്ടിലാണ് അത് എഴുതിയേക്കുന്നത്. അതൊക്കെയാണ് ഇത്തരം ബ്രാൻഡുകളുടെ ഒരു വിജയം. ഇവരിൽ നിന്ന് ഇങ്ങനെ പാഠം ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഞാൻ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ മില്യൺ കണക്കിന് ഡോളർ സ്പെൻഡ് ചെയ്യും. നമുക്കൊരു പക്ഷെ അവർ ചെയ്യണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റണതാണ്. ഇതിലൊക്കെ ചില കാരണങ്ങളുള്ളതുകൊണ്ടാണ് ഇവരിത് ചെയ്യണത്. അപ്പം അത് നമുക്ക് വളരെ ഇത് പഠിക്കാൻ വല്ല പാടുണ്ടോ? നമ്മൾ നേരെ ജോബിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ജസ്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യാം. പച്ചയായിട്ടുള്ള കോപ്പിയടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിപ്പോൾ ഇതിൻ്റെ പേര് ഇപ്പോൾ ഹെർഷീസ് എന്നാണെങ്കിൽ നിങ്ങൾ പോയി ഹിംഷീസ് എന്നുള്ള പേരൊന്നും ഇട്ടേക്കരുത്. അത് കോപ്പിയടിയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാഠം ഉൾക്കൊള്ളാം. ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഏതാണോ, ഹെർഷീസ് നല്ല വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കാണാം. ഇമേജ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് എന്താണെന്ന് മനസ്സിലാവും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ള നാലാമത്തത് കളർ സ്കീമിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹെർഷീസിൻ്റെ ഈ സൈഡിൽ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഹെർഷീസ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കണ ഈ കാപ്പി കളറ് അതിന് മാച്ച് ആവണ കളറിലാണ്
അവരുടെ എഴുത്ത് വന്നേക്കണം. ബാക്ക്ഗ്രൗണ്ട് കളറിന് മാച്ച് ആവുന്ന രീതിയിലാണ് എഴുത്ത്. അതായത് കാപ്പി കളറിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഗ്രേ കളറിലാണ് അവർ എഴുത്ത് വന്നേക്കുന്നത്. ഇപ്പൊ കാപ്പി കളറിനോട് സാമ്യതയുള്ള കളർ അവിടെ നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് പെട്ടെന്ന് എടുത്ത് കാണൂല. കണ്ണിന് എടുപ്പുണ്ടാവണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ടിലുള്ള കളറും ഡിഫറെന്റ് ആയിരിക്കണം. ഡിസൈനിങ്ങിൽ ഒരു തിയറി ഒക്കെ ഉണ്ട്, കളർ തിയറി എന്നൊക്കെ പറയും. അതൊന്നും വലിയ കാര്യമില്ല, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ മാച്ച് ആവുന്ന കളറുകൾ മാത്രമാണ് ഇവർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട്, വാരി വലിച്ച് ഒരുപാട് കളറുകൾ ഇവർ ഇതിൽ കൊടുത്തിട്ടില്ല. ഒരുപാട് തെയ്യവും കഥകളിയും ഒന്നും ഇതിലില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൽ ചെയ്തിട്ടുള്ളൂ. കുറെ കളറൊക്കെ കൊടുത്ത് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവണം എന്താ സംഗതി എന്നുള്ളത് മനസ്സിലാവണം. അതിന് അക്ഷരത്തിന്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിക്കുന്ന കളറുകൾ, ആ ബാക്ക്ഗ്രൗണ്ടിന് യോജിക്കുന്ന കളറുകൾ മാത്രമാണ് എഴുത്തിന് ഇവർ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ. കാരണം ഇന്ത്യ ഒരു വെജിറ്റേറിയൻ രാജ്യമാണ്, വെജിറ്റേറിയൻസ് ഒരുപാടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെജിറ്റേറിയൻ ആണെന്ന് അറിയിക്കുന്ന ഒരു സിമ്പിളും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഇവർ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചപ്പാത്തിയുടെ പടം കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ പടം കൊടുത്ത് ഇത് ചപ്പാത്തിയിലും ഉപയോഗിക്കാം, ബ്രെഡിൽ മാത്രമല്ല ചപ്പാത്തിയിലും കൂടെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഞാൻ സൈഡിൽ കൊടുക്കാതല്ല, ചപ്പാത്തിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇവരത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓർഡറുകൾ ഇവർക്ക് കിട്ടണം. ഏതൊരു സാധാരണക്കാരൻ എടുത്താലും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഭാഷ അറിയാത്ത ആളെടുത്താൽ പോലും ഇവരുടെ പ്രൊഡക്റ്റ് മൂവ് ആവണം, ഷെൽഫിൽ നിന്ന് മൂവ് ആവണം. അതാണ് ഇവരുടെ ലക്ഷ്യം. നമ്മൾ കാര്യം ആഗോള കുത്തക കൊള്ള വൻകിട അമേരിക്കൻ കമ്പനി എന്നൊക്കെ പറയുമെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഇവർ ഇത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ മില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് പലരെ ഹയറൊക്കെ ചെയ്ത് പല രീതിയിലൊക്കെ ആയിരിക്കും ഇവരിത് പഠിക്കണത്. ഇത് ഡിസൈൻ ചെയ്തേക്കണ വലിയ വലിയ ഡിസൈനേഴ്സ് ആയിരിക്കും, ലോകത്ത് അറിയപ്പെടുന്ന ഡിസൈനേഴ്സൊക്കെ ആയിരിക്കും ഇത് ഡിസൈൻ ചെയ്തേക്കണം. എല്ലാ ബ്രാൻഡുകളിൽ നിന്നും ഇതേപോലെ കിട്ടുമെന്നല്ല, ഇതേപോലുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള നിങ്ങളുടെ ഫീൽഡിലുള്ള ബ്രാൻഡ് ഏതാണോ മൾട്ടിനാഷണൽ ബ്രാൻഡായിരിക്കണം, ലോകത്ത് പല ഭാഗത്തും അവരുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അത്തരം ബ്രാൻഡുകളെ നിങ്ങൾ പഠന വിധേയമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചോക്ലേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വെക്കുന്ന വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡിനെ എടുക്കുക, അല്ലെങ്കിൽ 3-4 ബ്രാൻഡുകളെ എടുക്കുക. അവരുടെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠന വിധേയമാക്കുക. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, വളരെ എളുപ്പമാണ്. ടോപ്പ് 10 ബ്രാൻഡ്സ് ഇന്ന കാറ്റഗറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വരും, മൾട്ടിനാഷണൽ കമ്പനികളുടെ എല്ലാം വരും. അപ്പോൾ അവരുടെ പാക്കേജിംഗ് ഒക്കെ നിങ്ങൾ പഠന വിധേയമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി പലരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയാം, ഈ പാക്കേജിങ് ഇത് ബ്രാൻഡിങ് ഒക്കെ ഇത് ചെയ്യണ സമയത്ത് ഈ ഗവൺമെന്റ് എന്തൊക്കെയാണ് മാൻഡേറ്ററി ആക്കണതെന്നാണ് അവർ നോക്കുന്നത്. ഗവൺമെന്റ് എന്തൊക്കെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് അത് മാത്രം കൊടുക്കും, എന്തൊക്കെ പാക്കറ്റിൽ വേണം. ഈ FSSAI നമ്പറൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ആ സാധനമൊക്കെ ഫ്രണ്ടിൽ കൊടുക്കണം? അത് ബാക്കിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചാൽ മതി. ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ബാക്കിൽ കൊടുക്കുക. ഹെർഷീസ് അത് ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിൽ കൊടുക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫ്രണ്ടിൽ കൊടുക്കുക. ഈ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ വിജയത്തിന്റെ പുറകിലെ മറ്റൊരു സീക്രട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, വാട്സപ്പ് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിൽ ഞെക്കും, ഒരു പിന്ന് പോലത്തെ ഒരു സാധനത്തിൽ ഞെക്കും, അപ്പോൾ ഫോട്ടോ വരും, ഫോട്ടോയുടെ പിക്ചറാണ് കൊടുത്തേക്കണം. അപ്പോൾ അതിൽ ഞെക്കാൻ നേരത്ത് ഗാലറിയിലേക്ക് നേരെ പോകും. പിന്നെ അതിൽ അയച്ചു കൊടുക്കണമെങ്കിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ചുമ്മാ ഞെക്കി കൊടുക്കുക, അപ്പോൾ ആളുകളിലേക്ക് സെൻഡ് ആവും. എളുപ്പമാക്കി കൊടുക്കുക. മാക്സിമം യൂസേഴ്സിന് നമുക്ക് കിട്ടണം, മാക്സിമം കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിൽ വലിയ കാര്യം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ വാട്സപ്പ് നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളാണ് അത് ഡിസൈൻ ചെയ്തിറങ്ങി അതിൻ്റെ അവസ്ഥ ഒരുപാടുണ്ട്. ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ വന്ന് ഇങ്ങനെ കൂട്ടിപ്പോയിട്ടുണ്ട് പല സോഷ്യൽ മീഡിയകളും. കാരണം എന്ന് വെച്ചാൽ അത് കണ്ടാൽ തന്നെ വളരെ കോംപ്ലക്സ് ആണ്, ഒരു മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകൾ തന്നെ നിങ്ങളൊന്ന് പോയി നോക്കി, എന്താണ് അതിൻ്റെ അകത്തെ അവസ്ഥ. ഒരെണ്ണം തെക്കുന്ന് വടക്കോട്ട് ഓടിപ്പോണു, വടക്കുന്ന് തെക്കോട്ട് ഓടിപ്പോണു, മേളിൽ നിന്ന് താഴേക്ക് വന്നു, പിന്നെ സൈഡിൽ കിടന്ന് ഒരു പച്ച കിടന്ന് ഇങ്ങനെ കത്തണു. ഇപ്പം എവിടെയാണ് ഞാനിപ്പോൾ നോക്കാം, എന്താ ചെയ്യുക? ഒരു 1500 സൈഡ് ലിസ്റ്റിൽ ഒരു 1500 ലിങ്കുകൾ ഒരു സൈഡിൽ കിടക്കുന്നു. അതിലൊരു 350ാമത്തെ പോയാലാണ് നിങ്ങൾക്ക് കിട്ടുക. ആ പേജിൽ ചെന്ന് പിന്നെയും അടുത്ത പേജിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആക്കുക എന്നുള്ളത് നമ്മളുടെ പൊതുവെ ഉള്ള ഒരു ഇന്ത്യൻ ഡിസൈനിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് കളറുകൾ വാരി അടിക്കുക,
അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ക്ലിപ്പ് കണ്ടു, ഇങ്ങനെ 70കളുടെ അവസാനം 80കളുടെ അവസാനം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പഴയ സിനിമയിൽ കളർ ടി വി എന്തോ വാങ്ങാൻ പോകുമ്പോൾ സെയിൽസ്മാൻ ഇംഗ്ലീഷ് സംസാരിക്കണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതങ്ങനെ നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു സിനിമയുടെ ക്ലിപ്പിൽ കണ്ടതാണ്. അങ്ങനെ ആർന്നോ, പണ്ട് അങ്ങനെ ആർന്ന അവസ്ഥ എന്ന്, ഞാനൊന്നും ജനിച്ചിട്ടില്ല, അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. എന്തിനാണ് കേരളത്തിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് സാധനം വെക്കേണ്ട കാര്യം? ഒരു കസ്റ്റമർക്ക് അങ്ങനെ ഇംഗ്ലീഷ് വലിയ കാര്യമായിരുന്നെങ്കിൽ ഇവരത് ചെയ്യുമായിരുന്നു. ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള രാജ്യത്ത് നിന്ന് തന്നെ ഹെർഷീസ് പോലെയുള്ള ബിഗ് മൾട്ടിനാഷണൽ കമ്പനി അത് ചെയ്യുമായിരുന്നു. ഇംഗ്ലീഷിൽ എന്തെങ്കിലും സെയിൽസ് കൂട്ടാനുള്ള എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് ഇവരാണ്. ഷേക്സ്പിയറിന്റെ നോവലിൽ നിന്ന് ഒരു 6 വരി ഇവിടെ എഴുതി ഒക്കെ ഓർന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബില് മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാമുള്ളൂ. എങ്ങനെയൊക്കെ സിമ്പിൾ ആക്കാമോ അങ്ങനെയൊക്കെ സിമ്പിൾ ആക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഞാൻ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് പറയുന്നത്. നിങ്ങൾ വല്ല കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ ഓക്കെ, അവിടെ അഡ്വാൻസ്ഡ് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ വേണം, അത് വേറെ വിഷയം. ഇവിടെ അതല്ല വിഷയം, ഇവിടെ ബിസിനസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയെല്ലാം നിങ്ങൾ എളുപ്പമാക്കാൻ പറ്റുമോ അങ്ങനെ എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിലെല്ലാം ഈ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്ന വീഡിയോകളെല്ലാം ഒരുപാടുണ്ട്. അതിൽ പലതും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വിജയിച്ച സംരംഭകരെ കൊണ്ടുവന്നിരുത്തും, അവർ ബിസിനസ്സിൽ പുലികളായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാഠം ഉൾക്കൊള്ളാന്ന് കരുതി നമ്മളത് കാണാൻ നേരത്ത് അവതാരകൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്നു. ആ ചോദ്യം കേട്ട് സംരംഭകൻ തപ്പിത്തടഞ്ഞ് ദിസ് ഐഡിയ വാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പുള്ളിക്ക് തന്നെ അറിയില്ല എന്താ പറയുന്നത്. എന്നാൽ പുള്ളി അത് കൃത്യമായിട്ട് മലയാളത്തിൽ വിശദീകരിച്ചേർന്നെങ്കിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ അനാവശ്യമായിട്ട് കോംപ്ലക്സ് ആക്കുക എന്നുള്ളതാണ്. ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ബ്രോഷറിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും മലയാളികളാണെങ്കിൽ നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്ത് ഇംഗ്ലീഷിൽ എഴുതേണ്ട കാര്യം? ഇമേജ് പോലും ഇല്ല, നേരെ വെച്ച പോലും. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ ഇമേജുകൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവ ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം ഭാഷകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അതല്ല നിങ്ങൾ എന്തോ സംഭവമാണ് അറിയിക്കാനാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഓർഡർ നഷ്ടമാവും. മറ്റ് മേഖലകളെ പറ്റിയിട്ടല്ല ഞാൻ പറയണത്. ഇതുപോലെയുള്ള ബ്രാൻഡിങ്, പാക്കേജിങ്, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് പറയാം, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പ്രാവർത്തികമാക്കാം. ഇത്തരം ഐഡിയകൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ കാറ്റഗറിയിൽ ഇപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു പുതിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ, മുമ്പ് ലോകത്ത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബിഗ് ബ്രാൻഡുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ബിഗ് ബ്രാൻഡിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലുള്ള ബിഗ് ബ്രാൻഡുകളല്ല ഞാൻ പറയണത്, വിദേശത്തുള്ള ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ളവർ. അവരെങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമാക്കിയേക്കുന്നത്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണം ഹെർഷീസ് ഒരു ഉദാഹരണമാണ്. അത്തരം ബ്രാൻഡുകളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും.